പ്രിയപ്പെട്ട കൂട്ടുകാരെ, മക്കയിലും മദീനയിലും അതുപോലെ അറബ് നാടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വൃക്ഷമാണ് ഈന്തപ്പന വൃക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുമായൊക്കെ ധാരാളം ചരിത്രത്തിൽ കടന്നു വരുന്ന ഒരു വൃക്ഷമാണ് ഈന്തപ്പനത്തോട്ടങ്ങൾ. അറേബ്യൻ ജീവിതത്തിന്റെ ഭാഗമാണ് ഈന്തപ്പനകളും അത് നൽകുന്ന മധുരക്കനിയും. മനുഷ്യനും മരുഭൂമിക്കും മുമ്പ് ഈന്തപ്പനകൾ ഭൂമിയിലുണ്ട്. ലോകത്തെ ഏറ്റവും പുരാതനമായ വളർത്തുമരമാണ് ഈന്തപ്പന എന്ന് കരുതപ്പെടുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഇലകൾ പൊഴിക്കാത്ത ഒരു വൃക്ഷമുണ്ട്, ഒരു മുസ്ലിമിന്റെ ഉപമയാണത്, ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്ത് പല മരങ്ങളും മനസ്സിൽ കരുതിയെങ്കിലും മറുപടി പറഞ്ഞില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മറുപടി പറഞ്ഞു, ഈന്തപ്പന വൃക്ഷമാണത് എന്ന്. മരുഭൂമിക്ക് ജീവൻ നൽകിയ ഈ വൃക്ഷത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദാത്തുൽ അക്മാം എന്ന വിശേഷണത്തോടെയാണ്. പോളകളുള്ള ഈന്തപ്പനകൾ എന്നർത്ഥം. ആ പോളകളിൽ നിന്ന് പഴക്കുല അല്പാൽപമായി പിളർന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അത് സൂക്ഷിക്കപ്പെടുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. എത്ര കാലം വേണമെങ്കിലും അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. 20ലേറെ തവണ ഖുർആൻ ഈന്തപ്പനകളെയും അതിൻ്റെ കനിയെയും പരാമർശിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഈന്തപ്പനത്തടി കുത്തി നിർത്തി അതിൽ ചാരി നിന്നുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വെച്ച് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളെ അഭിസംബോധന ചെയ്തത്. അടിമയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദേശം 300ഓളം ഈന്തപ്പനത്തടികൾ നട്ടുപിടിപ്പിച്ച ചരിത്രങ്ങളൊക്കെ പ്രസിദ്ധമാണ്. മരുഭൂമിയിലെ സ്ഥിരതാമസക്കാരായ ആളുകൾ അതിലെ ഈത്തപ്പഴം കൊണ്ട് വിഷപ്പടക്കി പനത്തടി കുടിലുകളുടെ ചുമരുകളാക്കി, പനയോല മേൽക്കൂരയാക്കി, ഓലമടലുകളിൽ നിന്ന് പായകളും കൊട്ടകളും ഉണ്ടാക്കി, നാരുകൾ കയറുകളാക്കി, വിത്തുകൾ കന്നുകാലികൾക്ക് ഭക്ഷണമാക്കി കൊടുത്തു തുടങ്ങി വിവിധങ്ങളായ ഉപകാരങ്ങൾ മനുഷ്യർക്ക് നൽകിയ വൃക്ഷം. അതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും ഉപജീവനത്തിനും അതിജീവനത്തിനുമുള്ള മാർഗങ്ങൾ നൽകിയ വൃക്ഷം, ഭാഗ്യം ചെയ്ത വൃക്ഷമെന്ന് ഈന്തപ്പനയെക്കുറിച്ച് നമുക്ക് പറയാം.